കുറച്ചെങ്കിലും തടിയില്ലെങ്കിൽ നിന്നെ എന്തിനു കൊള്ളാം? നമ്മളിൽ ഒട്ടുമിക്ക നിഷ്കളങ്കരെയും പൊണ്ണത്തടിയിലേക്ക് തള്ളിവിട്ട ഒരു ചോദ്യമാണിത്. എന്താണ് ഈ പൊണ്ണത്തടി? ഇതുകൊണ്ട് എന്താണ് പ്രശ്നം? ഇതൊന്നും നമുക്ക് നോക്കാം. നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് അഥവാ BMI അത് 25 എന്ന സംഖ്യയ്ക്ക് മുകളിലാണ് എങ്കിൽ നിങ്ങൾക്ക് അമിതവണ്ണം ഉള്ളവരായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ ടോവിനോ തോമസിനെ പോലെ ഒരു നല്ല ജിമ്മനാണ് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു അത്ലറ്റ് ആണ് എന്നിരിക്കട്ടെ, നിങ്ങളുടെ BMI 25-ന് മുകളിലാണ് എങ്കിലും നിങ്ങൾക്ക് പൊണ്ണത്തടി ഉള്ളതായി കണക്കാക്കപ്പെടുന്നില്ല. കാരണം നിങ്ങൾക്ക് അനാവശ്യ ഫാറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പൊണ്ണത്തടി ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കും? കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് ഫ്രീ ആയി നടക്കുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റ്, നെഞ്ചുഭാഗവും വയറും ബട്ടക്സ് ഏരിയ അവിടെയും കുലുങ്ങുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അമിതവണ്ണമുണ്ട് എന്ന് കണക്കാക്കേണ്ടി വരും. ഇത് ഞാൻ പറഞ്ഞതല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ആധുനിക വൈദ്യശാസ്ത്രവും ഇപ്പോൾ പൊണ്ണത്തടി കണക്കാക്കുന്നത് BMI മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല, അബ്ഡോമിനൽ സർക്കംഫറൻസ് അതായത് അരവണ്ണം കൂടി കണക്കിലെടുത്തിട്ടാണ്. അരവണ്ണം ഒരു പരിധിയിൽ കൂടുതൽ ആകുന്നവർക്ക് നേരത്തെ പറഞ്ഞ അവയവങ്ങൾ നടക്കുമ്പോൾ കുലുങ്ങുവാനുള്ള സാധ്യതയും ഉണ്ട്. ഇത്തരത്തിൽ BMIയും അരവണ്ണവും കൂടുന്നവർക്ക് മെറ്റാബോളിക് സിൻഡ്രം എന്ന ഒരു കൂട്ടം അസുഖങ്ങൾ വരുവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൈപ്പർ കൊളസ്ട്രോൾ അതായത് കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അതായത് ഉറക്കത്തിൽ ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥ, പക്ഷാഘാതം, ഹൃദയാഘാതം തുടങ്ങി ഒരു കൂട്ടം അസുഖങ്ങളാണ് ഇവ. ജീവന് തന്നെ ഭീഷണിയാകുന്ന ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് ഒറ്റ കാരണമേ ഉള്ളൂ, അതാണ് അമിതവണ്ണം. ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലോ അമിതവണ്ണം ഉണ്ടെങ്കിലോ വിഷമിക്കേണ്ട, അവ പരിഹരിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം.